ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താണ് തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിലെ മലയോര ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും തോമസ് ഐസക് കൈരളി ന്യൂസിനോട് പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനോടൊപ്പം ചേരുകയാണ് ഇടത് സ്ഥാനാർത്ഥി. സഖാവേ, ഈ മുഖാമുഖമൊക്കെ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ അപൂർവമായിരിക്കാം ഒരു സ്ഥാനാർത്ഥി തന്നെ ചെന്ന് നേരിട്ട് ഇത്ര മധികം ആളുകളോട് ഒരു സംവാദം അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് 5 മുഖാമുഖങ്ങളുണ്ട്. വെച്ചാൽ ഞാൻ പ്രസംഗിക്കുന്നില്ല, വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയലാണ്. ഏതായാലും ഇനിയിപ്പോൾ ഈ ഒരു ചോദ്യം വരില്ലെന്ന് തോന്നുന്നു. ഇതുവരെ നടന്ന എല്ലാ മുഖാമുഖത്തിലും ആദ്യത്തെ ചോദ്യം പെൻഷൻ എന്ന് തരും എന്നുള്ളത്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കോടതിയുടെ മുന്നിലുള്ള കീഴടങ്ങലോടുകൂടി പെൻഷൻ്റെ പ്രശ്നം താൽക്കാലികമായിട്ട് പരിഹരിക്കപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യമായിരിക്കില്ല, ഒരുപക്ഷെ മറ്റു പല ചോദ്യങ്ങളായിരിക്കും ഇനി വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മലയോര മേഖലയാണ്, ഈ വന്യജീവി ആക്രമണമുള്ള പ്രദേശമാണ്. ഒരു MP ആയിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഇടപെടൽ എങ്ങനെയാണ് പലയിടത്തും ചോദിക്കുന്നത് കേട്ടു. അതിൻ്റെ ഉത്തരം കൂടെ അതാണ് മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നത്. എൻ്റെ നിലപാട് വ്യക്തമാണ്. ഈ പന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിച്ച് അതിനെ കൊന്നു തിന്നുന്നതിന് ജനങ്ങളെ അനുവദിക്കും. കാട്ടിൽ സംരക്ഷിച്ചോളൂ, നാട്ടിൽ സംരക്ഷണമില്ല. അതിനാവശ്യമായ നിയമ ഭേദഗതി വേണം. അതാണ് എടുക്കുന്ന നിലപാട്. പാർലമെന്റിലെത്തിയാൽ ഈ വിഷയത്തിൽ ഒരു സംശയമില്ലാതെ കേരള സർക്കാർ ആവശ്യപ്പെട്ടുള്ളതാണിത്. അതാണ് അവകാശം അനുവാദം തന്നെത്തി ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും. ഇതാണ് വളരെ തിരക്കിലാണ് തോമസ് ഐസക്. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും വ്യത്യസ്തമായി മാറുകയാണ് മുഖാമുഖം പരിപാടി. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്.